ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ പായസമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ മത്തൻ, ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, പഴം, ക്യാരറ്റ് എന്നിവ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളത്, വേവിച്ചെടുത്ത ചൊവ്വരി, കശുവണ്ടി പേസ്റ്റ്, ഉണക്കമുന്തിരി, പഞ്ചസാരയും ഏലക്കായയും പൊടിച്ചെടുത്തത്. ഒരു 5 ഏലക്കായാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ പാൽക്ക് ഉപയോഗിക്കുന്നത്. പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ പാല്. ഇത്രയും ചേരുവകളാണ് നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഉരുളിയിൽ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി അടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പം തിളച്ച് പൊങ്ങിയിട്ട് പച്ചക്കറികളെല്ലാം ഇതിൽ വേവിച്ചെടുക്കണം. പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മത്തൻ ചേർത്തിട്ട് വെക്കാം. അപ്പം നമ്മൾ മത്തൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നിച്ചിടരുത്. 2 മിനിറ്റ് വ്യത്യാസത്തിലാണ് എല്ലാം ചേർക്കേണ്ടത്. അടുത്തതായി നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അടി പിടിക്കാതെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ബീറ്റ്റൂട്ട് എടുത്ത് കൊടുക്കാം. ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ പാൽ കടന്നിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ വേക്കുന്ന സമയം നമുക്ക് മറ്റൊരു പാനിൽ 1/2 ലിറ്റർ പാൽ കൂടി തിളപ്പിക്കാൻ വെക്കണം. കുറുക്കിയെടുക്കണം. ഇവിടെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി കുറുക്കിയെടുക്കണം. തുടർച്ചയായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാല് പാട കിട്ടും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പായസത്തിന്. അടി പിടിക്കാതെ സൈഡൊന്നും പറ്റി പിടിക്കാതെയൊക്കെ നന്നായി ഇളക്കി കൊടുക്കണം. ഇവിടെ ഞാൻ മറ്റൊരു പാത്രത്തിൽ 1/2 ലിറ്റർ പാൽ കൂടി കുറുക്കിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടിയിൽ പിടിക്കാതെ നല്ല മണ്ണ് ഇളക്കി കൊടുക്കണം. തുടർച്ചയായി ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. നമ്മുടെ പച്ചക്കറി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പാല് ഒരുവിധം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കശുവണ്ടിയും ചേർത്ത പൊടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊരുവിധം കുറുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം കുറുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായി കുറുക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കശുവണ്ടി പേസ്റ്റ് ചേർത്ത് കൊടുക്കും. ഏറ്റവും നന്നായി കുറുകി വന്നിട്ട് അവസാനമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കശുവണ്ടി പേസ്റ്റ് ചേർക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചൊവ്വരി ഇട്ട് നമുക്ക് പായസം
പായസത്തിന് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചുവരിൻ്റെ അളവ് കൂട്ടാം. ഞാനിവിടെ ഒരു മീഡിയം അളവിലാണ് എടുത്തിട്ടുള്ളത്. പായസം ഒരുമിട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിലേക്ക് കുറുക്കി വെച്ച പാല് ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം പാലിൻ്റെ പച്ചച്ചോവ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത ഉണക്കമുന്തിരിയും പഴവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഒരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു ടിപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.